ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തെ ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കുമെന്ന കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനം, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, നഗരത്തിൽ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ചു കൊല്ലുകയുമല്ല LDF നയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി. തൃശൂരിൽ BJPക്കായി കളത്തിലിറങ്ങി പത്മജ വേണുഗോപാൽ. ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിലായിരിക്കുമെന്നും പത്മജ. തൃശൂരിൽ വീണ്ടും റൂട്ട് തെറ്റിച്ചോടിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ ബസ്സാണ് പിടികൂടിയത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. എരിയാങ്കുടി സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അവതരിപ്പിച്ചു. തൃശൂർ നഗരത്തെ പച്ച പുതപ്പിച്ച് ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കി മാറ്റുമെന്ന് ബജറ്റ് പ്രഖ്യാപിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, വലിയ കുളത്തിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപാദനം, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ജലം പുനരുപയോഗിക്കാൻ എന്നിവയും ബജറ്റിലെ പ്രധാന പരിസ്ഥിതി സൌഹൃദ പദ്ധതികളാണ്. കൂടാതെ മിൽക്ക് ATM, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനങ്ങൾ തുടങ്ങിയ ആശയങ്ങളും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ബജറ്റ് പ്രത്യേക ഊന്നൽ നൽകുന്നു. സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം, യുവാക്കൾക്കായി സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്റർ, ആധുനിക അറവുശാല തുടങ്ങിയവയും ബജറ്റിലെ പ്രധാന നിർദ്ദേശങ്ങളാണ്. ജനറൽ ആശുപത്രിയിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായി തുക നീക്കിവെച്ചു. കുറുപ്പം റോഡ് മുതൽ കൂർക്കഞ്ചേരി വരെയുള്ള നടപ്പാതകളിലെ അപാകതകൾ പരിഹരിക്കും. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകൾ വികസിപ്പിക്കും. MG റോഡ് രണ്ടാംഘട്ട വികസനത്തിന് 5 കോടി രൂപ നീക്കിവെച്ചു. പുലിക്കളി പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ വർഷം 75 ലക്ഷം രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചു. മുൻ മേയർ ജോസ് കാട്ടൂക്കാരന്റെ സ്മരണയ്ക്കായി മിനി സ്റ്റേഡിയം നിർമ്മിക്കും. തെരുവുനായ ശല്യം തടയാൻ പദ്ധതി നടപ്പിലാക്കും. പുതിയ മാർക്കറ്റ് കെട്ടിടം, ശക്തനിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം, മിനി ടൂറിസ്റ്റ് ഹബ്ബ് എന്നിവയും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഫ്ലൈ ഓവറുകൾക്കുള്ള നിർദ്ദേശവും ബജറ്റിലുണ്ട്. സാമ്പത്തിക സമാഹരണത്തിനായി മുനിസിപ്പൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കും. നികുതിദായകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്നതാണ് ബജറ്റ് എന്ന് ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ വൈദ്യുതി വിഭാഗം ബജറ്റും ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് അവതരിപ്പിച്ചു. ലാലൂരിൽ 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണം 2028 പൂർത്തീകരിക്കുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നു. BPL പട്ടികയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് 200 യൂണിറ്റ് വരെ സർക്കാർ അനുമതിയോടെ സൌജന്യ വൈദ്യുതി അനുവദിക്കും. ഫ്ലോട്ടിംഗ് സോളാർ പാനൽ സ്ഥാപിക്കാനായി 5 കോടി രൂപ, സ്വരാജ് റൌണ്ട് ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന നിരത്തുകളിൽ 1 വർഷത്തിനുള്ളിൽ ഭൂഗർഭ കേബിൾ പദ്ധതി നടപ്പാക്കാനായി 18.79 കോടി, വൈദ്യുതി വിഭാഗം ഡിജിറ്റലൈസേഷനായി 7.4 കോടി തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. സോളാർ വൈദ്യുതി ഉൽപാദന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതായി ആമുഖ പ്രസംഗത്തിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലൂടെ 1620 ഉപഭോക്താക്കൾക്ക് ഇതുവരെ 5 കോടി രൂപ സബ്സിഡി ഇനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മേയർ അറിയിച്ചു. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ചു കൊല്ലുകയുമല്ല LDF നയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സംസ്ഥാനതല പട്ടയമേള ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഭൂമിയും വീടും ആവശ്യപ്പെട്ട് സമരം ചെയ്ത ആദിവാസികളെ വെടിവെച്ചുകൊണ്ടാണ് UDF സർക്കാർ നേരിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കുടിയിറക്കപ്പെട്ട 253 ആദിവാസി കുടുംബങ്ങൾക്ക് പിന്നീട് 1 ഏക്കർ ഭൂമി വീതം LDF സർക്കാരാണ് ലഭ്യമാക്കിയത്. ഈ സർക്കാരിന് ഇതുവരെയായി 4,56,000 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഗോളവൽക്കരണത്തിന് ബദൽ നയം ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് LDF സർക്കാർ ചെയ്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. റവന്യൂ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിച്ചു. വയോധികയായ മറിയത്തിന് പട്ടയം കൈമാറി ജില്ലയിലെ പട്ടയമേളയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, MLA മാരായ P. ബാലചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, AC മൊയ്തീൻ, KK രാമചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. BJPയുടെ തൃശൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുവരെഴുതി തുടക്കം കുറിച്ച് പത്മജ വേണുഗോപാൽ. അയ്യന്തോൾ അമർ ജവാൻ സെന്ററിലാണ് പത്മജ വേണുഗോപാൽ പ്രചാരണത്തിന് തുടക്കമിട്ടത്. മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും പറഞ്ഞാൽ മത്സരിക്കുമെന്നും പത്മജ പ്രതികരിച്ചു. മത്സരിക്കുകയാണെങ്കിൽ അത് തൃശൂരിൽ തന്നെ ആയിരിക്കുമെന്നും പത്മജ വ്യക്തമാക്കി. BJPയുടെ പ്രചാരണത്തിന് തുടക്കമിടാനാണെത്തിയത്. സ്ഥാനാർത്ഥി എന്ന നിലയിലല്ലെന്നും പത്മജ പറഞ്ഞു. ഞാൻ മാക്സിമം എൻ്റെ പണി ഞാൻ ചെയ്യും, എന്നെ പണിയാതിരുന്നാൽ മതി. കാരണം ഇത്രയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രതീക്ഷയോട്ടാണ് വന്നത്, വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് തൃശ്ശൂരുകാരെ അറിയാം. അതിലൊരു 5-6 പേര് നമുക്കിട്ട് താങ്ങിയെന്നല്ലാണ്ട് തൃശ്ശൂരുകാർ അല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരില്ലല്ലോ. അത് എൻ്റെ നാട്ടുകാരോടുള്ള എൻ്റെ സ്നേഹമാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ അത് തൃശ്ശൂർ തന്നെ മത്സരിക്കുക. അല്ല, ഇനിയിപ്പോൾ അത് ഞാനല്ല വേറെ ആളാണെങ്കിലും എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ തന്നെയായിരിക്കും. തൃശ്ശൂർ ആര് നിൽക്കണോ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. തൃശൂരിൽ വീണ്ടും റൂട്ട് തെറ്റിച്ചോടിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി പിഴയിട്ടു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ എന്ന ബസ്സാണ് പിടികൂടിയത്. സ്വരാജ് റൌണ്ടിൽ പ്രവേശിക്കാതെ മെട്രോ ജംഗ്ഷനിൽ യാത്രക്കാരെ ഇറക്കി ശക്തൻ സ്റ്റാൻഡിലേക്ക് പോവുകയായിരുന്നു ബസ്. തൊട്ടുപുറകിലുണ്ടായിരുന്ന ബസ്സിലെ യാത്രക്കാരി ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് അയച്ചുകൊടുത്തു. ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് ബസ് പിടികൂടി 8,000 രൂപ പിഴയിട്ടു. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കോലം കെട്ടുന്നതിനിടയിൽ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. എരയാങ്കുടി തുറനല്ലൂർ മനയിൽ വിവേകിനാണ് പരിക്കേറ്റത്. കോലമെടുത്ത് ആനപ്പുറത്തേക്ക് കൊടുക്കുമ്പോഴാണ് സംഭവം. ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉത്സവത്തിനൊരുങ്ങി ഗുരുവായൂർ. ആനയോട്ടവും കൊടിയേറ്റവും മറ്റന്നാൾ. ഉത്സവത്തിന് മുന്നോടിയായി സഹസ്ര കലശം നാളെ നടക്കും. സഹസ്ര കലശത്തിന് ഭഗവാന്റെ അനുമതി തേടുന്ന അനുജ്ഞാ പ്രാർത്ഥന ഇന്ന് രാത്രി നടക്കും. സഹസ്ര കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഇന്നും നാളെയും ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണമുണ്ട്. ശനിയാഴ്ച രാത്രി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറും. മാർച്ച് 9-നാണ് ആറാട്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ അസാപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ജോബ് ഫെയർ നാളെ സംഘടിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 30ഓളം പ്രമുഖ കമ്പനികളും 1000ഓളം വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന മേളയിലൂടെ ചുരുങ്ങിയത് 500ഓളം തൊഴിലവസരങ്ങൾ യുവജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജാണ് തൊഴിൽ മേളയ്ക്ക് ആതിഥ്യമൊരുക്കുന്നത്. അക്കാദമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിജയകരമായി ലോഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന 4-year UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട്. അസാപ്പ് അതിൽ വിപുലമായ സാധ്യതകളാണ് വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അസാപ്പ് കേരളയും ഇൻഫോസിസുമായുള്ള ധാരണാപത്രം ഈ ഉദ്ഘാടന ചടങ്ങിൽ വച്ച് ഒപ്പുവെക്കും. ഇന്റേൺഷിപ്പുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഭാഗമായി 16 ആഴ്ച നീണ്ടു നിൽക്കുന്ന സൗജന്യ ഇന്റേൺഷിപ്പ് ഇൻഫോസിസിൽ നിന്ന് ലഭിക്കും.
ചികിത്സാ പിഴവ് മൂലം കാഴ്ച നഷ്ടപ്പെട്ട സനൂപിനെ കോവെ അരവിന്ദ് കണ്ണാശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി അനിലക്കര. സനൂപിന് സ്മാർട്ട് ഗ്ലാസ് വെച്ച് കാഴ്ച പരിമിതിയെ മറികടക്കാനുള്ള പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ നൽകുക. പിന്നീട് കാഴ്ച പൂർണ്ണമായും തിരികെ ലഭിക്കാനുള്ള മറ്റ് സാധ്യതകൾ പരിശോധിക്കും. ചാലക്കുടി മോതിരക്കണ്ണിയിൽ കാട്ടാനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. മോതിരക്കണ്ണി പള്ളിക്ക് സമീപം തരിപ്പായി മേരി, കോൾക്കുന്ന് മേരി എന്നിവരുടെ വീട്ടുപറമ്പിലാണ് ഇന്നലെ രാത്രി ആനകൾ നാശനഷ്ടമുണ്ടാക്കിയത്. വാഴ, കവുങ്ങ് തുടങ്ങിയവയാണ് പ്രധാനമായും പിഴുതെറിഞ്ഞത്. പ്രദേശത്തെ കുടിവെള്ള പൈപ്പും ആനകൾ തകർത്തു. 2 മാസത്തിനിടെ ഇത് 4ാം തവണയാണ് പൈപ്പ് നശിപ്പിക്കുന്നത്. വിവരമറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൃഷിനാശം വരുത്തിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തെക്കേക്കര, പുളിഞ്ചോട്, വരാക്കര പാടശേഖരത്തിലും മറ്റ് കൃഷിസ്ഥലങ്ങളിലും ഇറങ്ങിയ പന്നികളെയാണ് വ്യാഴാഴ്ച പുലർച്ചെ വെടിവെച്ചു കൊന്നത്. പഞ്ചായത്ത് നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ തോളിയാണ് പന്നികളെ വെടിവെച്ചത്. വാർഡ് മെമ്പർ സിനി ബിജു, കർഷകരായ രാജു കിഴക്കൂടൻ, MN ശശിധരൻ, NK പ്രദീപ് എന്നിവർ ദൌത്യത്തിൽ പങ്കാളികളായി. വെടിവെച്ചു കൊന്ന പന്നികളെ പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചുമൂടി. തുടർന്നുള്ള ദിവസങ്ങളിൽ പന്നികളെ തുരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അറിയിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പഴുവിൽ പുത്തൻതോട് പഴയ പാലത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശിയും ഇപ്പോൾ പഴുവിൽ കാരാൻമൂലയിൽ ഫ്ളാറ്റിൽ താമസക്കാരനുമായ സനീഷാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ചെറുതുരുത്തി ഷൊർണൂർ തടയണയിൽ കണ്ട മൃതദേഹം തിരിച്ചറിഞ്ഞു. ഷൊർണൂർ നോർത്ത് മുതലിയാർ സ്ട്രീറ്റിൽ താമസിക്കുന്ന റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥൻ ലക്ഷ്മണനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്കായി തൃശൂർ ഓഷ്യസ് സ്കിൽസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊജക്ട് മേള മത്സരം സംഘടിപ്പിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, ബിവോക്, IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, BTech കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അവരുടെ നൂതന പ്രോജക്ടുകൾ അവതരിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാറമേക്കാവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന മേള VK ശ്രീദേശ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് BCA വിഭാഗം മേധാവി സൗമ്യ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രശാന്ത് എന്നിവർ അതിഥികളായി. സമാപന ചടങ്ങിൽ മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. സർക്കാർ ഏറ്റെടുത്ത പുലിയന്നൂർ സെന്റ് തോമസ് UP സ്കൂളിന്റെ പേര് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ദേവസി പന്തലൂർക്കാരൻ ഉദ്ഘാടനം ചെയ്തു. തണ്ടില്ലംപള്ളി വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ അധ്യക്ഷയായി. ജോൺ കള്ളിയത്ത്, സമരസമിതി ജനറൽ കൺവീനർ CI പൌലോസ്, വേലൂർ ഫൊറോണ വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം, സഹവികാരി ഫാദർ ജോൺ പേരാമംഗലം, ഡോക്ടർ PV ഔസേബ്, ജോസ് ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഒരു മാറി ഇപ്പൊ തുറന്നെടുക്കുന്നില്ല. കയ്പമംഗലം പഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സക്കറിയ പദ്ധതി വിശദീകരണവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസ് കരട് പദ്ധതി രേഖ അവതരണവും നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അൻസമോൾ, സുരേഷ് കൊച്ചുവീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ അനസ്, പ്രജീന ബാൻ, ഷീബ സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശൂർ സെൻട്രൽ തൃശൂർ കോർപ്പറേഷൻ ദിവസവേതന ജോലിക്കാർക്ക് അപകട ഇൻഷുറൻസ് വിതരണം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, കൌൺസിലർ പൂർണിമ സുരേഷ്, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് പ്രശാന്ത് G മേനോൻ, സെക്രട്ടറി ഡോക്ടർ അഭിഷേക്, VG കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് പലിശ മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ധർണ നടത്തി. കോട്ടപ്പടി സെന്ററിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഡോക്ടർ PN മുഹമ്മദ് മുസമിൽ, ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അത്താണി, ജബ്ബാർ അണ്ടത്തോട്, ഡോക്ടർ സക്കീർ ഹുസൈൻ ചേറ്റുവ, ഷഫീദ് മ്ലാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് തുഷാര ഗിരീഷ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയുടെ വികസനത്തിനു മാത്രമായി 45,07,000 രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പാർപ്പിട, മൃഗസംരക്ഷണ, ആരോഗ്യ മേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു. വിദ്യാഭ്യാസം, പശ്ചാത്തല വികസനം, പട്ടികജാതി വനിതാ വികസനം തുടങ്ങിയ മേഖലകൾക്കും പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ആമുഖ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, സിന്ധു ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ല് സംഭരണം തകർക്കുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം തിങ്കളാഴ്ച AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ പന്നോളി ഉദ്ഘാടനം ചെയ്യും. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ്, ഭാരവാഹികളായ PK ഡേവിസ്, TA രാമകൃഷ്ണൻ, KV സജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരാറുകാരുടെ ബിൽ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് 10 ട്രഷറി മാർച്ച് സംഘടിപ്പിക്കും. സർക്കാർ വിവിധ മേഖലകളിൽ വർദ്ധിപ്പിച്ച ഫീസുകളും പിഴ തുകയും പിൻവലിക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് UN രാമചന്ദ്രൻ, മറ്റു ഭാരവാഹികളായ KD ബിജു, PO ബൈജു, NP ഡേവിസ്, ഷാവുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 118 പേർ 9 ഭാഷകളിലായി ബൈബിൾ പകർത്തിയെഴുതുന്നു. ചേറ്റുപുഴ കർമ്മലമാത ഇടവകയിലാണ് വ്യത്യസ്തമായ ബൈബിൾ പകർത്തിയെഴുത്ത് നടക്കുന്നത്. ചേറ്റുപുഴ കർമ്മലമാത ഇടവകയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 പേർ ബൈബിൾ പകർത്തിയെഴുതാൻ ഉദ്ദേശിച്ചായിരുന്നു തുടക്കം. എന്നാൽ കൂടുതൽ പേർ താൽപര്യപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു എന്ന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരുശ്ശേരിയിൽ പറഞ്ഞു. ആദ്യം ഞങ്ങൾ 25 പേര് 25 വർഷത്തോടനുബന്ധിച്ച് ബൈബിൾ എഴുതുവാൻ തീരുമാനമെടുത്തപ്പോൾ മറ്റനേകം ആളുകൾ ഞങ്ങൾക്കും എഴുതുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ 118 പേര് വിവിധങ്ങളായ ഭാഷകളിൽ ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുക. ഇടവകാംഗങ്ങൾ തമ്മിലുള്ള അടുപ്പവും സ്നേഹവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത് എന്ന് സിൽവർ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ PV ആൻഡോ പറഞ്ഞു. ഈ ജൂബിലി വർഷത്തിൽ ഇടവക ജനം ഒന്നായി നിൽക്കാൻ, ഐക്യത്തിലും സ്നേഹത്തിലും ഉറപ്പിച്ചു നിർത്താൻ ഈ ഇടവക കൈക്കൊണ്ട ആദ്യത്തെ പ്രവർത്തനമാണ്, ജൂബിലി പ്രവർത്തനമാണ് ബൈബിൾ പകർത്തിയെഴുത്ത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലാണ് കൂടുതൽ പേരും ബൈബിൾ പകർത്തി എഴുതുന്നത്. എന്നാൽ തമിഴ്, കന്നഡ, ഹിന്ദി, സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിലും വിവിധ വ്യക്തികൾ ബൈബിൾ പകർത്തി എഴുതുന്നുണ്ട്. പലരും ഇതിനോടകം എഴുതിക്കഴിഞ്ഞതായി കൺവീനർ ആശ ജോർജ് പറഞ്ഞു. പ്രാർത്ഥനാ ചൈതന്യത്തിന്റെ നിറവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ അവരുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞു കേൾക്കുവാൻ സാധിച്ചത്. ഈ ബൈബിൾ എഴുതുന്നത് ഓരോരുത്തരും ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്ത് ഇതിനോടകം തന്നെ 35ഓളം പേരോളം ബൈൻഡ് ചെയ്യുകയും അത് സമർപ്പണത്തിന് യോഗ്യമാം വിധത്തിലാക്കുകയും ചെയ്തു. സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. മെയ് 1 നടക്കുന്ന ദേവാലയ പുനർകൂദാശ ചടങ്ങിൽ പകർത്തിയെഴുതിയ 118 ബൈബിളുകൾ അൾത്താരയിൽ സമർപ്പിക്കും. TCV ന്യൂസ്, തൃശൂർ. കോടാലി മുരിക്കുങ്ങൽ ശ്രീധർമ്മശാസ്ത മഹാക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് തന്ത്രി കുഴിയേലി നഗർണമന നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി എറനൂർ ഹരി നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി സുധീഷ് തുമ്പരത്തി തുടങ്ങിയവർ സന്നിധരായി. ഉത്സവ ചടങ്ങുകൾ മാർച്ച് 2 മാങ്കുറ്റിപ്പാടം കടവിലെ ആറാട്ടോടെ സമാപിക്കും. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ഇരിങ്ങാലക്കുട രൂപത KCBC മദ്യലഹരി വിരുദ്ധ സമിതി രംഗത്ത്. ലഹരി വിപത്തിനെതിരെ നവചൈതന്യയുടെ അൾത്താരയിൽ ആരാധന നടത്തി. ഫാദർ ജോഷി കല്ലേലി ആരാധനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന യോഗത്തിൽ രൂപത കോർഡിനേറ്റർ KF ബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSU സംഘം ആക്രമിച്ചുവെന്നാരോപിച്ച് ജില്ലയിൽ ഇടതുമുന്നണി പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടത്തി.
CPI തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് KB സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ബിനോയ് ഷബീർ, ഗോപിദാസ് എന്നിവർ സംസാരിച്ചു. കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനം CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, സരിത രാജേഷ്, ആദിത്യ, PV മണി എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗം TR രജിത്, MJ ബിനോയ്, KO വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. പന്നിത്തടം സെന്ററിൽ CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PA ഉണ്ണികൃഷ്ണൻ, V ശങ്കരനാരായണൻ, MK ശശിധരൻ, KK മണി, AS സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ ഉദ്ഘാടനം ചെയ്തു. VG ബിജി അധ്യക്ഷത വഹിച്ചു. CK തോമസ്, പ്രീജ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവത്രയിൽ ചേർന്ന പ്രതിഷേധ പൊതുയോഗം CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KH സലാം അധ്യക്ഷത വഹിച്ചു. TM ഹനീഫ, PK രാധാകൃഷ്ണൻ, പ്രസന്ന രണദേവ് തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളത്ത് CPM പ്രവർത്തകർ പ്രകടനം നടത്തി. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ സമാപിച്ചു. നേതാക്കളായ KF ഡേവിസ്, PG ജയപ്രകാശ്, PM സുരേഷ്, സീതാ രവീന്ദ്രൻ, CK ലിജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് TCV. കുന്നംകുളം താലൂക്ക് ഓഫീസിനായി 25 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം മാർച്ച് 3-ന് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ വിശിഷ്ട അതിഥിയായിരിക്കും. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത ഗിരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ അധ്യക്ഷയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കാര്യാട്ട പദ്ധതി രേഖ അവതരിപ്പിച്ചു. വെള്ളിക്കുളങ്ങര മോനുടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പൂരം കാവടി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി മടുമണ്ണില്ലത്ത് കൃഷ്ണപ്രസാദ് ശർമ്മ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 4-നാണ് കാവടി ആഘോഷം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കേന്ദ്ര ബജറ്റിൽ ഭിന്നശേഷിക്കാർക്കുള്ള വിഹിതം കാലോചിതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭിന്നശേഷി സംഘടനയായ DAWF-ന്റെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് OS റഷീദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി TA മണികണ്ഠൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കമല ജയപ്രകാശ്, ഗീത ധനേഷ്, K ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മെഡിസെപ്പിൽ നിലവിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് തർക്കപരിഹാര സെല്ലുകളിൽ യൂണിയൻ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ് അധ്യക്ഷത വഹിച്ചു. മെജോ ബ്രൈറ്റ്, CO കൊച്ചു മാത്യു, KP ജോസഫ്, KS പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് സദസ്സും ജനപ്രതിനിധികൾക്കുള്ള ആദരവും നടന്നു. സംസ്ഥാന ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരൂത്ത ഉദ്ഘാടനം ചെയ്തു. KN മനോജ് അധ്യക്ഷനായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു, വായനശാല പ്രസിഡന്റ് സോമി ബൈജു, സെക്രട്ടറി CA ബാബു, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ തുടങ്ങിയവർ സംസാരിച്ചു. പോട്ട ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കർത്താനം നേതൃത്വം നൽകുന്ന കൺവെൻഷന് മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ തുടക്കമായി. രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വൈകിട്ട് 4:30 മുതൽ 9:30 വരെ നടക്കുന്ന കൺവെൻഷൻ ഞായറാഴ്ച സമാപിക്കും. 10 വർഷത്തിനിടയിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ 1094.4 കോടി രൂപയുടെ വികസന പദ്ധതികൾ
നടപ്പിലാക്കാൻ കഴിഞ്ഞതായി VR സുനിൽകുമാർ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7351 പേർക്ക് 15 കോടി രൂപ ലഭ്യമാക്കി. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ വികസനം എത്തിക്കാൻ കഴിഞ്ഞതായും MLA പറഞ്ഞു. നേതാക്കളായ M രാജേഷ്, KV വസന്തകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേതന അന്തർദേശീയ ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ഞായറാഴ്ച രാവിലെ ഉപരാഷ്ട്രപതി P രാധാകൃഷ്ണൻ തൃശൂരിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ദേവമാതാ സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ശിലാസ്ഥാപന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ മന്ത്രി K രാജൻ തുടങ്ങിയവർ പങ്കെടുക്കും. CMI സഭയുടെ കീഴിലുള്ള കെസ്സിന്റെ നേതൃത്വത്തിൽ ചേതനയുമായി സഹകരിച്ച് നടത്തറയിലാണ് ഗാനാശ്രമം ആരംഭിക്കുന്നത്. ഗാനാശ്രമത്തിലെ സംഗീത ചികിത്സ സെറിബ്രൽ പൾസി ഓട്ടിസം ബാധിതർക്ക് ഏറെ ആശ്വാസകരമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ പൂത്തിങ്കൽ, മറ്റ് ഭാരവാഹികളായ CA സലീം, ഫാദർ തോമസ് വാഴക്കാല, സോളി തോമസ്, രമേശ് കുറുപ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുല്ലശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡ് നിവാസികൾ പ്രതിഷേധ പ്രകടനം നടത്തി. 2ാം വാർഡിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ സനീഷ് വെണ്ണയങ്ങോട്ട് നടത്തിയ ഒറ്റയാൾ സമരത്തിനും നാട്ടുകാർ പിന്തുണ പ്രഖ്യാപിച്ചു. യോഗക്ഷേമ സഭയുടെ തൃശൂർ ജില്ലാ ഘടകം രൂപീകരിച്ചതിന്റെ 50ാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ഹിരൺമയം 2026 എന്ന പേരിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച തൃശൂർ വിവേകോദയം സ്കൂളിൽ നടക്കുന്ന സ്ഥാപക ദിനാചരണത്തോടെ ഹിരൺമയം 2026 തുടക്കമാകും. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ഹിരൺമയം ഉദ്ഘാടനവും VT കുറൂർ അനുസ്മരണവും യോഗക്ഷേമ സഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് വൈക്കം PN നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡിസംബർ 31 വരെ 50 പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് NK ശ്രീകുമാർ, മറ്റു ഭാരവാഹികളായ ദേവൻ കരേക്കാട്, കൃഷ്ണൻ കാരക്കാട്, കൃഷ്ണൻ കാവനാട്, ദീപു N മംഗലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CS ബാങ്ക് സമരസഹായ സമിതി തൃശൂർ ഹെഡ് ഓഫീസിന് മുന്നിൽ സായാഹ്ന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. CITU അഖിലേന്ത്യാ ജനറൽ കൌൺസിൽ അംഗം A സിയാവുദ്ദീൻ, INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോൺസൺ ആവോക്കാരൻ, ബെഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വിനീത തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 16-ാം തീയതി വീണ്ടും കാത്തലിക് സിറിയൻ ബാങ്കിലെ ജീവനക്കാർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ നഗരത്തെ ഓക്സിജൻ ഗ്രീൻ സിറ്റിയാക്കുമെന്ന് കോർപ്പറേഷൻ ബജറ്റിൽ പ്രഖ്യാപനം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പൊതുജന സേവന സംവിധാനം, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്ന് ഡീസൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്, നഗരത്തിൽ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ. ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തല്ലുകയും വെടിവെച്ചു കൊല്ലുകയുമല്ല LDF നയമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി. തൃശൂരിൽ BJPക്കായി കളത്തിലിറങ്ങി പത്മജ വേണുഗോപാൽ. ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ലെന്നും മത്സരിക്കുകയാണെങ്കിൽ തൃശൂരിലായിരിക്കുമെന്നും പത്മജ. തൃശൂരിൽ വീണ്ടും റൂട്ട് തെറ്റിച്ചോടിയ സ്വകാര്യ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി, പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിലോടുന്ന വൈറ്റ് ലൈൻ ബസ്സാണ് പിടികൂടിയത്. അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. എരയാങ്കുടി സ്വദേശി വിവേകിനാണ് പരിക്കേറ്റത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.